Angamali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാണിക്യമംഗലം സെന്റ് ക്ലെയർ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പ്രതിഭാ പുരസ്കാര സമർപ്പണം വിജയോത്സവ് 2K26 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കാലടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാണിക്യമംഗലം സെന്റ് ക്ലെയർ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന വിജയോത്സവ് 2K26 പ്രതിഭാ പുരസ്കാര സമർപ്പണം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു അപകടമല്ല, അപകടം സംഭവിച്ചാലും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നാലും ഒക്കെ അതിലൊരു ഗോൾഡൻ മൊമെൻ്റ് ഉണ്ട്, ഒരു ഗോൾഡൻ പീരീഡ് ഉണ്ട്, ഒരു ഗോൾഡൻ അവർ എന്ന് പറയും. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കെയർ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് സമയബന്ധിതമായിട്ട് ലഭ്യമാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാടിന് അഭിമാനമായി മാതൃകാപരമായി പ്രവർത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും പ്രൗഢഗംഭീരമായി സംഘടിപ്പിക്കുവാനായിട്ട് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ തന്നെ അവരുമായി ഈ പരിപാടി സംഘാടക സമിതിയായി പ്രവർത്തിച്ച, അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇത് സംഘടിപ്പിക്കാൻ ഏറ്റവും ഭംഗിയായി ഈ പരിപാടി ഇവിടെ നടത്തുവാനായിട്ട് എല്ലാ സൗകര്യവും ഒരുക്കിയ നമ്മുടെ മാണിക്യമംഗലം ഈ സെന്റ് ക്ലെയർ സ്കൂളിൻ്റെ അധികൃതർ സിസ്റ്റേഴ്സിനെയും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൗളി ബേബി അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ കാലടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് പുതിയ പാലം പൂർത്തിയാക്കുന്നതോടുകൂടി പൂർണ്ണമായ പരിഹാരമാകില്ലെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് കാലടിക്ക് ബൈപ്പാസ് റോഡോ ഫ്ലൈ ഓവർ റോഡോ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. കാലടി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാണിക്യമംഗലം തുറയോട് ചേർന്ന് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആയുഷ് കോംപ്ലക്സിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു നൽകേണ്ടതുണ്ട്. മാണിക്യമംഗലം തുറയും പിരാരൂർ തുറയും വികസിപ്പിച്ച് വിനോദസഞ്ചാരത്തിന് പാകപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൂർ ജംഗ്ഷൻ എയർപോർട്ടിലേക്കുള്ള കവാടം എന്ന നിലയിൽ വലിയ ഗതാഗത കുരുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൂരിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലദേശമാണ് കാലടി. ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കാലടിക്കാരെ സംബന്ധിച്ചിടത്തോളം കാലടിയുടെ വികസനവും നമുക്ക് വളരെയധികം പ്രാധാന്യപ്പെട്ടതാണ്. അതിനെല്ലാം ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുള്ള നമ്മുടെ പ്രിയങ്കരനായ നമ്മളെ പ്രതികരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ റോജിയുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കാലടിയുടെയും അങ്കമാലിയുടെയും സമഗ്രമായ വികസനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട നമ്മളെല്ലാവരും പറയുന്നത് നമ്മുടെ അങ്കമാലി നമ്മുടെ റോജി എന്നാണ്. അങ്ങോട്ട് നമ്മുടെ റോജിക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. BA English, 5th Jittumon John, CA.
India blog in India Book of Anay. 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കുള്ള അവാർഡുകളും മന്ത്രി റോജി എം ജോണും ബെന്നി ബെഹ്നാൻ എംപിയും ചേർന്ന് വിതരണം ചെയ്തു. കാലടി പാലത്തിൽ വെച്ച് ഹൃദയാഘാതമുണ്ടായ വ്യക്തിക്ക് സമയോചിതമായി CPR നൽകി ജീവൻ രക്ഷിച്ച കാലടി സ്വദേശി ആർദ്ര രാജു, ഒക്കൽ സ്വദേശി അഞ്ജലി ബൈജു എന്നിവരെ ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ പൊന്നാട ചാർത്തി ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത് റൈസ തങ്കച്ചൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PV സ്റ്റീഫൻ, ജനപ്രതിനിധികളായ അഹല്യ സദാനന്ദൻ, സീന ദേവസിക്കുട്ടി, പുഷ്കല തങ്കപ്പൻ, സ്മിന ഷൈജു, അമ്പിളി ശ്രീകുമാർ, മെർലി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട് അതർ സ്റ്റേറ്റുകളിൽ നിന്ന് പോലും ദൂര യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഞ്ചാരികൾ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ വികസനം, കാലടിയെ സംബന്ധിച്ച്, അങ്കമാലിയെ സംബന്ധിച്ച് ഈ പ്രദേശത്തിൻ്റെ ഭൂമിപരമായ ഒരു വികസനം നടക്കണമെങ്കിൽ നമ്മുടെ ഈ റോഡും ബ്ലോക്കും പാലവും കൃത്യമാകാത്ത കാലത്തോളം ഇവിടെ ഒരു വികസനം നമുക്ക് പറയാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധിയുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. പക്ഷെ ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി തീർക്കേണ്ട സാഹചര്യമുണ്ട്. അതിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത് കാലടിയിലെ ഗതാഗത കുരുക്ക് വരുന്ന പ്രശ്നം. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും അങ്കമാലി മണ്ഡലത്തിൻ്റെയും പൊതുവികസന കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം MLAക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടിയാണ്, മന്ത്രിക്ക് അറിയുന്ന കാര്യങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ 10 വർഷം MLA ആയിരുന്നെങ്കിൽ ഇപ്പോൾ മന്ത്രിയാണ്. അതുപോലെ തന്നെ ഭരണം സംവിധാനത്തിൽ തന്നെ ഉള്ള ആള് എന്നുള്ള നിലയിൽ ശ്രീ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിലും നമ്മുടെ അങ്കമാലി മണ്ഡലത്തിൻ്റെ പൊതുവികസന കാര്യങ്ങളിലും പ്രത്യേകിച്ച് കാലടിയുടെ വികസന കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി വ്യക്തമായി പഠിച്ചിരുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ശേഷം മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ, ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കാര്യം ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള അദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ള MLAമാരിൽ എടുത്താൽ അദ്ദേഹത്തിന് വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല. അത് റോജി എം ജോൺ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായി ആലോചിച്ച് അനുവാദം വാങ്ങി ഈ ചുമതല റോജി എം ജോൺ MLAക്ക് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്.